വരൂ ഗായ്സ്, അറാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചക്കായ് തോരൻ വെച്ചാൽ ഇതിനാവശ്യമായ സാധനം ചെറിയ തേങ്ങ, വറ്റൽമുളകും വെളുത്തുള്ളി ചതച്ചത്, ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. കായിൻ്റെ തൊലിയൊന്നും കളയേണ്ട, ഇത് നേന്ത്രൻ കായാണ് പച്ച. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വേറൊരു പാത്രത്തിലിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ച് നമുക്ക് യോജിപ്പിച്ച് 8 മിനിറ്റ് വേവിച്ചെടുക്കണം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു അടപ്പ് വെച്ച് 8 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കുക. വെള്ളം വറ്റിയതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചിരകിയ തേങ്ങ ഇട്ട് കൊടുത്ത് 2 മിനിറ്റ് ഒന്നും കൂടി വേവിച്ചെടുക്കുക. വേറൊരു പാത്രമെടുത്ത് എണ്ണ ചൂടാകാൻ വേണ്ടി നമുക്ക് വെക്കാം. പാത്രം ചൂടായതിന് ശേഷം അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് എണ്ണ ചൂടായതിന് ശേഷം കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുത്ത് നേരത്തെ തയ്യാറാക്കിയ കായ് തോരനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് കായ് തോരനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലായിടത്തും പിടിക്കുന്ന രീതിയിൽ യോജിപ്പിച്ച് കൊടുക്കണം. ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. വെളുത്തുള്ളിയും വറ്റൽമുളകും ചതക്കുന്നതിന് പകരം നമുക്ക് പച്ചമുളകും ചേർത്താലും മതി. ഞാൻ ഇന്നത് ചെയ്തെടുത്ത് ഇതുപോലെയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ.